ഹലോ. ഇന്ന് ഫുൾ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് ഓട്ടമായിരുന്നേ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അല്ലുക്കുട്ടന് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ഓണം സെലിബ്രേഷനാണ്. ഇന്നത്തോടു കൂടി സ്കൂളും അടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ അവനെ പറഞ്ഞു വിടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇന്ന് കളർ ഡ്രസ്സാണ്. അപ്പോൾ ഇന്ന് മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് ആശാൻ പോണത്. അപ്പോൾ അതാ കുളിച്ച് റെഡിയായിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് അവനെ ഡ്രസ്സപ്പ് ചെയ്ത് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. സ്നാക്സ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്നെങ്ങാനും പറ്റിയില്ലെങ്കിലോ, ഇന്ന് സദ്യയൊക്കെ ആയതുകൊണ്ട് അവൻ കഴിക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലേ. അങ്ങനത്തെ ബസ് എത്തി, അവനെ കൊണ്ടാക്കി. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി നേരെ ജിമ്മിലോട്ട് വിട്ടു കേട്ടോ. നാളെയാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് പ്രാക്ടീസാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഫാൻസി കയറിയതാണ് കേട്ടോ. ഇത് ബിനീഷ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ വീട്ടിൽ വന്നു. പിന്നെ നമ്മുടെ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റാക്കിയിട്ട് നമുക്കിനി അല്ലിക്കുട്ടനെ വിളിക്കാൻ പോകണം. അപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ മഴയൊക്കെ തോന്നപ്പം അല്ലിക്കുട്ടനെ ഇതാ വിളിക്കാൻ പോവാണ്. അപ്പോൾ അവൻ കുറേ ലേറ്റായപ്പോൾ പിന്നെ ഞങ്ങൾ പൂക്കടയിലോട്ട് പോയിട്ടോ മുല്ലപ്പൂ ഉണ്ടോ നോക്കാൻ. പക്ഷേ സമയമാവാത്തതുകൊണ്ട് കിട്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അല്ലിക്കുട്ടനൊക്കെ വന്നു. കുറേ താമസിച്ചാണ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് നോക്കാൻ പോയേ. അപ്പോൾ അത് ഒരിടത്തുനിന്ന് ബ്ലൗസ് കിട്ടിയിട്ടോ. അങ്ങനെ ആ പോകുന്ന വഴിക്ക് നമ്മൾ അപ്പൂനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഫുൾ തിരക്കിലാണ് നാളത്തെ പ്രോഗ്രാമിൻ്റെ. അങ്ങനെ ഞങ്ങൾക്ക് പൂവൊക്കെ കിട്ടി. അതൊക്കെ മേടിച്ചിട്ട് ഇനി ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തൂടെ പോകാണ്ട് ബ്ലൗസ് വാങ്ങാൻ. അപ്പോൾ അവിടെയും പോയി. അവിടെ പോയപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, കഴിഞ്ഞിട്ടുണ്ടായില്ല. എന്നാലും ഞങ്ങൾ വെയിറ്റൊക്കെ ചെയ്ത് അവസാനം കിട്ടി. എല്ലാം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി. ഒരെണ്ണം മാത്രം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൊണ്ട് വീണ്ടും പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എത്തി ഞാൻ അളവൊക്കെ കൊടുത്ത് വീണ്ടും അതൊക്കെ സെറ്റാക്കിയിട്ട് തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മുടെ കസാമയെ കയറി അല്ലിക്കുട്ടന് ഒരു കേക്കും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചതാണ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഫുള്ള് നടത്തായിരുന്നേ. അങ്ങനെ ഫുള്ള് ടാൻ അടിച്ചുകൊണ്ട് ചെറിയൊരു ഹോം റെമഡിയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ മൈലാഞ്ചി ഇടായിരുന്നു. അമ്മയ്ക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് പരിപാടിയൊന്നും അറിയാത്തതുകൊണ്ട് സ്റ്റെൻസിൽ മേടിച്ചതായിരുന്നു കേട്ടോ. മീഷോന്ന് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലിക്കുട്ടനും വേണമെന്ന് പറഞ്ഞപ്പോൾ അവനും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.